ശ്രീ രാജൻ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള വേദിയിലെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ, MLA മാർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, മുഖ്യമന്ത്രിയും അധ്യക്ഷനും വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികളെയും പ്രതിരോധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ഇവിടെ 1-ാം ഘട്ടം പൂർത്തിയാക്കുന്നത്. താമസിയാതെ ശേഷിക്കുന്ന വീടുകൾ കൂടി നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. ആ അവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏവരുടെയും അകവഴിഞ്ഞ സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പുതിയ വീടുകൾ ലഭ്യമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാ തരത്തിലുമുള്ള നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ T. സിദ്ദിഖ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജൻ മിനിസ്റ്റർ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, പ്രിയപ്പെട്ട മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, 2024 ജൂലൈ മാസം 30-ാം തീയതി പുലർച്ചെ 1:30 മണിക്ക് പ്രകൃതിയുടെ മഹാകലിതുള്ളലിൽ നമ്മെ വിട്ടുപോയതായ മുഴുവൻ ആളുകളുടെയും പേരിൽ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ഈ വിവരം അറിയുന്നതിന് ശേഷം അർദ്ധരാത്രിയിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെ, മന്ത്രിമാരുൾപ്പെടെ വിവിധ ആളുകളെ മുഴുവൻ വിളിച്ച ആ സന്ദർഭത്തിൽ തുടങ്ങിയതായ യാത്ര ഇന്നും അനസ്യൂതം തുടരുകയാണ്. ആ പ്രയാണം നമ്മളാരും ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല. ദുരന്തത്തെ, മഹാദുരന്തത്തെ അതിജീവിച്ചതായിരിക്കുന്ന ആളുകൾ, ആ അതിജീവിച്ചതായ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സർക്കാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകളും എല്ലാവരും നടത്തുന്നതായിരിക്കുന്ന കഠിനമായിട്ടുള്ള പ്രയത്നമുണ്ട്. ആ പ്രയത്നത്തെ നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, ആ മേഖലയിലെ മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ MBBS പഠിക്കുന്ന, MCAക്ക് പഠിക്കുന്ന, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന, വിവിധ കോളേജുകളിൽ പഠിക്കുന്ന, അമേരിക്ക അടക്കമുള്ള കോളേജുകളിൽ പഠിക്കുന്ന വിവിധ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളിൽ ഒരാളെപ്പോലും വീഴാതെ അവരെ പഠിപ്പിക്കാൻ MLA എന്ന രീതിയിൽ MLA കെയറിൻ്റെ പദ്ധതി ആവിഷ്കരിച്ച് സമ്പൂർണമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ കാര്യം മാത്രം സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്ക് ടു ഹോം കിറ്റുകളും റിലീഫ് ക്യാമ്പുകളിലെ ചിൽഡ്രൻ പാർക്കുകളും അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി നടത്തിയ, വിവിധങ്ങളായ തലങ്ങളിൽ നടത്തിയ, നമ്മളെല്ലാവരും നടത്തിയതായിരിക്കുന്ന ഇടപെടലുകൾ, ആ ഇടപെടലുകൾ ഇനിയും നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. ഇവിടെ 178 വീടുകളാണ്. ആ 178 വീടുകൾ 1-ാം ഘട്ടത്തിൽ ഇവിടെ ആശ്വാസകരമായ രീതിയിലാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ്. ബഹുമാന്യനായ മന്ത്രിയുടെ സംസാരിച്ച് വേള സൂചിപ്പിച്ചു, തറക്കല്ലിട്ട് ആരും പോവില്ല. ഇന്നലെ 52 വീടുകൾ ഇന്നലെ കൈമാറിയിട്ടുണ്ട്. ബാക്കി എല്ലാ വീടുകളും കൈമാറാനുള്ള നടപടികളും നമ്മളെല്ലാവരും സ്വീകരിച്ചു. സർക്കാരിനോട് ചേർന്ന് നിന്ന് ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രക്രിയയിൽ ഏതെല്ലാം തലത്തിൽ മുന്നോട്ട് പോകാമോ ആ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് രാവും പകലുമില്ലാതെ ഒഴിഞ്ഞ് പ്രവർത്തിച്ചതായിരിക്കുന്ന ആളുകളാണ് നമ്മൾ.
നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചവരാണ്. ഈ ദുരന്തബാധിതർ ഒരാൾ പോലും അസ്വസ്ഥതയുടെ ഒരു ശബ്ദം പോലും ഇവിടെ ഉണ്ടാക്കില്ല. കാരണം അവര് നേരിന്റെ അനുഭവത്തിന്റെ സാക്ഷികളാണ്. മറ്റുള്ളവരുടെ അപശബ്ദങ്ങൾ കണക്കിലാക്കുന്നില്ല എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികളായ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സമയപരിമിതി മൂലം നന്ദി അർപ്പിക്കുന്നതിനായി വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസർ ശ്രീ എസ് സുഹാസ് IAS-നെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജൻ സർ, റെസ്പെക്റ്റഡ് മിനിസ്റ്റേഴ്സ്, respected member of Legislative Assembly, Honorable Chief Secretary, Disaster Management Secretary Sir, local body representatives, officials, beneficiaries, media, ladies and gentlemen. നിരവധി ചാലഞ്ചസ് ഓവർകം ചെയ്തുകൊണ്ട് ഈ പ്രോജക്റ്റിനെ ഫസ്റ്റ് ഫേസ് ചുരുങ്ങിയ സമയത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ഗൈഡൻസ് കൊണ്ടാണ്. പ്രോജക്റ്റിനായി നിരവധി വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഓണറബിൾ ചീഫ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി തന്നെ ഫോം ചെയ്തു. വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജൻ സാറിനും ഈ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ OR കേലു സർ, AK ശശീന്ദ്രൻ സർ, ശ്രീ PA മുഹമ്മദ് റിയാസ് സർ എന്നിവർക്കും സാദരം നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ T സിദ്ദീഖ്, ലോക്കൽ ബോഡി റെപ്രസെൻറ്റേറ്റീവ്സ് എന്നിവർ ഉൾപ്പെടെ എല്ലാ ജനപ്രതിനിധികൾക്കും നന്ദി അറിയിക്കുന്നു. ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് സാറിനും നമ്മുടെ റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ശ്രീ MG രാജമണിക്കം സാറിനെയും ഈ പ്രോജക്റ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിച്ച പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനും കിഫ്ബി, ULCCS, ജില്ലാ കളക്ടർ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, PWD, KSEB, കേരള വാട്ടർ അതോറിറ്റി, സിയാൽ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഒഫീഷ്യൽസ്, ലോക്കൽ ബോഡി റെപ്രസെൻറ്റേറ്റീവ്സ്, മറ്റു വിശിഷ്ട അതിഥികൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഹൃദയനിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, 178 പട്ടയങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. 178 പട്ടയങ്ങൾ വിതരണം ചെയ്തതിനായി 15 കൗണ്ടറുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കൗണ്ടറിൽ 1 മുതൽ 12 വരെയുള്ള നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, രണ്ടാമത്തെ കൗണ്ടറിൽ 13 മുതൽ 24 വരെയുള്ള നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, മൂന്നാമത്തെ കൗണ്ടറിൽ 25 മുതൽ 36 നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, നാലാമത്തെ കൗണ്ടറിൽ 37 മുതൽ 48 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, അഞ്ചാമത്തെ കൗണ്ടറിൽ 49 മുതൽ 60 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, ആറാമത്തെ കൗണ്ടറിൽ 61 മുതൽ 72 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, ഏഴാമത്തെ കൗണ്ടറിൽ 73 മുതൽ 84 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, എട്ടാമത്തെ കൗണ്ടറിൽ 85 മുതൽ 96 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, ഒൻപതാമത്തെ കൗണ്ടറിൽ 97 മുതൽ 108 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, പത്താമത്തെ കൗണ്ടറിൽ 109 മുതൽ 120 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, 11ാമത്തെ കൗണ്ടറിൽ 121 മുതൽ 132 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, 12ാമത്തെ കൗണ്ടറിൽ 133 മുതൽ 144 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, 14ാമത്തെ കൗണ്ടറിൽ 157 മുതൽ 167 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, 15ാമത്തെ കൗണ്ടറിൽ 168 മുതൽ 178 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. പട്ടയം ലഭിക്കാനായി അറിയിപ്പ് ലഭിച്ചവർ സമ്മേളന നടപടികൾക്ക് ശേഷം
ബന്ധപ്പെട്ട കൗണ്ടറിൽ നിന്നും പട്ടയം കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചടങ്ങ് ഔദ്യോഗികമായി അവസാനിച്ചെന്ന് അറിയിക്കുന്നു. ശ്രദ്ധിക്കുക, കൗണ്ടർ നമ്പർ 15-ൽ 13 പേർക്ക് കൈവശ രേഖ കൂടി നൽകുന്നുണ്ട്. കൈവശ രേഖ ലഭിക്കുന്നതിന് വേണ്ടി 15-ാം നമ്പർ കൗണ്ടറിൽ എത്തിച്ചേരണമെന്ന്